ഹായ് ഹായ് ഹായ്. അപ്പോൾ ചങ്കളെ ഇന്ന് നോമ്പ് ഫസ്റ്റ് നോമ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഛത്തീസ്ഗഡിൽ, പിന്നെ നമ്മുടെ മലപ്പുറത്തെ നമ്മളൊരു സുഹൃത്തുക്കളെ ഹോട്ടൽ, അവരുടെ റൂമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബിസ്മില്ല എന്ന് പറഞ്ഞ നമ്മളെ ചേളാരിയുള്ള നമ്മളെ നിയാസ് മൂപ്പരെ ഫാദറൊക്കെ കൂടെ ഉള്ളൊരു ഹോട്ടൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് നോമ്പിന് ഒന്ന് ലീവ് എടുക്കാമെന്ന് വെച്ചാൽ യാത്ര. ഇപ്പോൾ 10-21 ദിവസമായിട്ട് കണ്ടിന്യൂസ് ട്രാവൽ ചെയ്തുകൊണ്ട് നിൽക്കല്ല. അപ്പോൾ ഫസ്റ്റ് നോമ്പിലോട്ടൊന്ന് ആവാനുള്ളൊരു സംഭവം നമുക്ക് തോന്നി ലീവ് എടുക്കാൻ നല്ല. കുറച്ച് ഡ്രസ്സുകൾ അലക്കാണ്ട്, മുടി ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടി. ഞാൻ സാധാരണ നോമ്പിന് നമ്മളൊരു മുടി ഒന്ന് ചെറുതാക്കി ഒരു തൊപ്പൊക്കെ ഇട്ട് ഒരു മാസമെങ്കിലും നല്ല കോലത്തിൽ നടക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഉദ്ദേശം നമ്മളൊരു മാനസിക സംതൃപ്തി ചെയ്യണമാണ്. തൊപ്പി കിട്ടുമോ അറിയില്ല, പോയി നോക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടി. പിന്നെ അതുമല്ല ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ ഒന്നൊരു റെസ്റ്റൊക്കെ എടുത്ത് ചെറുത്ത അങ്ങാടിയൊക്കെ ഒന്ന് കണ്ട് റൂമിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് മാനസിക പ്രിപ്പറേഷനൊക്കെ നടത്തുമ്പോൾ നമുക്കത് നോമ്പിലോട്ടുള്ള ഒരു മൂഡ്, കാരണം നാളെ മുതൽ ട്രാവൽ ചെയ്യാനുള്ളതാണല്ലോ, ആ ഒരു മൂഡ് കിട്ടും. അപ്പോൾ മറ്റേത് ഒറ്റയടിക്ക് നമ്മൾ റിവേഴ്സ് ഗിയറിന്ന് തേർഡ് ഗിയർ കിട്ടുന്ന അവസ്ഥയായി. അപ്പോൾ ന്യൂട്രാക്കിയിട്ട്, അതായത് ന്യൂട്രാക്കിയിട്ടൊന്ന് ഫസ്റ്റ് ഗിയർ കിടാശം നാളെ മുതൽ യാത്ര തുടങ്ങുന്ന ലെവൽക്ക്. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ ഓരോ പരിപാടികളാണ്. ഇപ്പോൾ ഇബ്രും ജാവിയും ഒക്കെ ഒന്ന് എണീറ്റ് ഒന്ന് പിന്നെ ഡ്രസ്സ് അലക്കാനുള്ള പരിപാടിയിലാണ്. അയ്യവാ നമ്മളെ റൂമാട്ടതേ വെറൈറ്റി നൊസ്റ്റു ഫീലാണ്. ഇനി ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുത്ത് അലക്കാണ്ട്. രാവിലെ അങ്ങാടിക്ക് ഇറങ്ങിയതാ. കേബിള് പൊട്ടിയാണ് വണ്ടീൻ്റെ, കംപ്രസർ കേബിള്. അത് റെഡിയാക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ബാക്കിൽ നിന്ന് കേബിളിട്ട് ഇത് ബാക്കിൽ നിന്ന് മുന്നിക്കല്ല പോവാ ബ്രോ. കേബിള് അവിടുന്ന് ഇങ്ങോട്ട് ഇട്ടിട്ട് കേബിൾ ഇട്ടുള്ള പരിപാടിയില്ല. പണിക്കാരും ടൂൾസൊക്കെ നമ്മളുടെ തന്നെ. ടൂൾസ് നമ്മൾ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ എല്ലാ കേബിളുകളും അളിയും തന്നീനി. അതിൻ്റെ കേബിളുകളും ടൂൾസിലും മൊത്തം. പിന്നെ ഇതിട്ടാൽ ഇവർക്ക് കുറേയൊക്കെ പിടുത്തുണ്ടാകാനോ. അപ്പോൾ പഴയത് ഒഴിവാക്കിയില്ലേ? ഇതാണ് പഴയത്. ആ അയാൾ പൊട്ടില്ലേ? ഇനി പുതിയ ഇടുക. നമ്മളെ ഒരു തൊപ്പി വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങാടിക്ക് ഇറങ്ങിയതാ. 1 മണിക്കൂറിൻ്റെ അടുത്തായി. ഒരു ഒറ്റ തൊപ്പി കിട്ടുന്ന ഒരു കടല്ല അവിടെ. നിങ്ങൾ ആലോചിക്കുക, അതാണ് ഛത്തീസ്ഗഡിൻ്റെയൊക്കെ അവസ്ഥ. മുസ്ലിംസ് വളരെ കുറവ്. പിന്നെ BJPൻ്റെ RSSൻ്റെ ഒക്കെ അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയയാണ് കൂടുതൽ കണ്ടിട്ട്. അങ്ങനത്തെ കുടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് പറഞ്ഞത്, ഇവിടെ ബീഫ് ഭയങ്കര പ്രശ്നമാണ്. ജസ്റ്റ് എന്തിനു പറഞ്ഞു, പള്ളിൻ്റെ വെള്ളിയാഴ്ച തുറക്കണത്, അല്ലാത്ത പള്ളികൾ വളരെ കുറവ്. ഒരു തൊപ്പിക്കൊന്ന് ഇറങ്ങിയതാണ്. ഒരു നല്ലക്കും കിട്ടില്ല. ആശുപത്രി തിരിച്ചു പോരാ. നോമ്പിന് നമ്മൾ സാധാരണ ഒരു മുടിട്ടലോ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം നോമ്പെങ്കിൽ നമ്മളൊരു തൊപ്പിടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഒരു നടക്കും തോന്നുന്നില്ല. നോക്കുക, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. മുടി വെട്ടുന്ന പരിപാടിയിലാ. മുടിയും താടിയും ഒന്ന് റെഡിയാക്കുക. നോമ്പല്ലേ നമ്മൾ വിചാരിച്ചുമ്പോൾ ഇവിടെയും കടയില്ലാന്ന്. കട ഇല്ലാത്തതുകൊണ്ടല്ല, ഇവിടെ കടകളിലൊക്കെ അജാതി തിരക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒപ്പിച്ചതിന് ഒക്കൂല. ഇപ്പോൾ പോയി വൈകുന്നേരം കിട്ടുള്ളൂ. ഒരു തൊപ്പിക്കും വേണ്ടി 1/2 മണിക്കൂർ തെണ്ടി വിടാം. നോമ്പിനൊന്ന് തൊപ്പിട്ടെടുക്കൽ നമ്മൾ ആദ്യം ചെയ്യുന്നൊരു പരിപാടിയാണ്. ഒന്നും ഇട്ടിട്ടില്ല, നമ്മളൊരു മാനസിക സംതൃപ്തിക്ക് ചെയ്യണതാണ്. പക്ഷേ നടക്കണില്ല, കാരണം മുസ്ലിംസ് കുറവായതുകൊണ്ട് തൊപ്പിയൊന്നും കിട്ടണില്ല. അപ്പോൾ ഇതെങ്കിലും നടക്കട്ടെ വിചാരിച്ച്. ഓക്കെ, ഞാനൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ച 2 മണി സമയം കുറച്ച് നേരം കടന്നുറങ്ങി. പിന്നെ കടയിലൊക്കെ ഒന്ന് പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ കാണിച്ചു തരാം. ഇതാണ് അവരുടെ റൂം കേട്ടോ. ഇതാണ് നമ്മളെ റൂം. ഷോപ്പിൽ നമ്മൾ വൈകുന്നേരം പോകും. ഇപ്പോൾ കാണാം. അപ്പോൾ ഇതിങ്ങനെ കണ്ട റൂമാണ് വിചാരിച്ചും. ഇത് റൂമല്ല, ഇതിന് തുറന്നാൽ നേരെ അപ്പുറത്തെ NH ആണ്. ഇതാണ് നമ്മൾ അങ്ങോട്ട് പോകണ വഴി. ഇതിങ്ങനെ ഷോപ്പിക്ക് നമുക്കൊന്ന് പോയി നോക്കണം. കണ്ടില്ല, ഇതാണ് ഓല റൂം. ഇബ്രോടെ കുളിക്കാണ്. ഇതെന്ന് വെച്ചാൽ റൂം 2 ചെറിയ റൂമും അതിൻ്റെ ഉള്ളിലൊരു ബാത്റൂമുമാണ്. അപ്പോൾ ഇത് പുറത്തുനിന്ന് കുറ്റിയിടല കുളിക്കുമ്പോഴൊക്കെ. പിന്നെ ആൾക്കാർ വന്ന് ഇത് പുറത്തുനിന്ന് ഉള്ളിൽ നിന്ന് കുറ്റിയിടലാണ്. ആൾക്കാർ വന്നാലും കയറും ചിലപ്പോൾ.
ഇവിടുത്തെ റൂമുകളൊക്കെ ഈ ലെവലാണ്, ഇങ്ങനെയാണ്. നമ്മൾ ഡ്രസ്സ് അതിനിപ്പോൾ പരിപാടി കുറച്ച് മുന്നേ ഡ്രസ്സ് ഫുള്ള് വാഷ് ചെയ്ത് ഉണക്കിയിട്ടു. എന്താ ഓട്ടർഷ അവിടെ ഓട്ടർഷ ഇന്ന് രാവിലെ എല്ലാവരും ചില്ലറ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒന്ന് നോക്കി തീർത്ത് സോളാർമലൊക്കെ ആ പൊടിയാണ് ഒക്കെ ഒന്ന് റെഡിയാക്കണം. അതാ പൊടി തട്ടി കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരൊറ്റ ഓണർ ഇതാന്ന് പറഞ്ഞത്. ഇതെല്ലാ ബിൽഡിങ്സും ഇത് കാണുന്നത് ഇത് ഇങ്ങോട്ട് കാണുന്നതൊക്കെ മൂപ്പര് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ റൂമിലാണ് കിടത്തം. ഇവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെയാണ്, കോട്ടേജുകളൊക്കെ ഉണ്ടല്ലേ. നമുക്ക് ഷോപ്പൊക്കെ ഒന്ന് പോയി നോക്കാം. ഈ ഇടവയിലൂടെ ഇങ്ങനെ ഇറങ്ങുക, ഇവിടെയാണ് ഷോപ്പ്. നമ്മളെ ചേരാളി ചേളാരി ഇതാണ് ഓണർ റൂം കേട്ടോ. ദിസ് ഈസ് ഓണർ റൂം. അതായത് ഈ ഷോപ്പൊക്കെ മൂപ്പരിതാണ്. അയ്യോ ഇതാണോ അല്ല നമ്മളെ ഷോപ്പ് കേട്ടോ. പാർസലിൻ്റെ ആൾക്കാർ ഇവിടെ ഇതിൻ്റെ ഒരു ഇതൊന്നുമില്ല, ഫുള്ള് പരിപാടി തന്നെ. എൻ്റെ ഒരു ഊറ്റൊന്നുമില്ല, നമ്മളെ നോമ്പിൻ്റെ ഊറ്റൊന്നുമില്ല. മുസ്ലിംസ് കുറവായതുകൊണ്ട് തന്നെ NH നോക്കി പെരും വെയിൽ പറഞ്ഞാൽ പെരും വെയിലാണ്. ഇവിടുത്തെ ബസ്സാണ് ഗുറ്റ, ഇവിടുത്തെ ഏറ്റവും ഹെവി ബസ്സാണ് പോകുന്നത്. കട്ട ബ്ലൂപ്പർ വെയിലാണ്. കടയൊക്കെ കയറി വെക്കുക. പാർസലിന് ആൾക്കാർ എന്താണ് ന്യാസാക്കും ഇവിടെ ഹെവി പരിപാടി. കാക്കതാക്കണു, ഫുഡ് പാർസലാക്കണു. കാക്കാൻ്റെ അന്തരം എന്താ ഒക്കെ പാർസൽ പോയി. ഇവരെന്നെ വർക്കേഴ്സൊക്കെ കേട്ടോ. ഇവർ ഷെഫാണ്, മെയിൻ ഷെഫാണ് ഇവിടുത്തെ. 2 ചേച്ചിമാരുണ്ട് ക്ലീനിങ്ങിനൊക്കെ. ഇവിടുത്തെ ഫുഡിങ് പരിപാടി, ഫുഡ് കഴിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ പാർസൽ പരിപാടിയിലാണ് ഇവർ. അർജൻറ്റ് തകൃതിയായിട്ടുള്ള ഇത് നോമ്പിൻ്റെ പാർസൽ പരിപാടിയല്ല കേട്ടോ. ഇവിടേക്ക് ഇവർ പാർസൽ കൊണ്ടുപോവുക. ഇവിടെ ഇതിന് വർക്കേഴ്സ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള നോമ്പിന് പാർസൽ പരിപാടി, അല്ലെങ്കിൽ നോമ്പിന് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുക, അങ്ങനത്തെ പരിപാടി ഇവിടെ ഇല്ല. കാരണം ആളില്ലല്ലോ, മുസ്ലിംസ് കുറവായതുകൊണ്ടേ. അതാ പണിക്കാരൊക്കെ അതാ വരുന്നു. പോയി വെക്കുക. നോമ്പിൻ്റെ ക്ഷീണത്തിൽ വരികയാണ് 2 നോമ്പറക്കാൻ നേരെ ആയിക്കണോ. ആയിക്കോണോ കമോൺ ഹോട്ടൽ ബിസ്മില്ല പോയി നോക്കാം നമുക്ക്. എത്താണോ പോയത് ഒരു പശുക്കി. ഇപ്പൊ തട്ടല്ലോ ഇബ്രാഹിം. എന്തൊക്കെയോ പരിപാടികളിലാണ്. ആശാന്മാർ ഇതാക്കണു. എന്ത് നമ്മളെന്ത് ഉണ്ടാക്കി തരണോ? ഇതെന്താ ഗോതമ്പ്? ഇതോ ആ ഗോതമ്പ പത്തിരി. ഇതാണ് ഗോതമ്പ പത്തിരി. ഇവിടെ ഇതാക്കണു ഫ്രൂട്ട് ഐറ്റംസുകൾ. ചെറുക്കപ്പ് തുറന്ന കൊണ്ടുവരണാവോ. ക്യാ ചായ തേരെ കോൻ KGF കണ്ടില്ലേ? സാധാരണ KGF കണ്ടപ്പോൾ ഒരു ദുനിയ അടികണ്ടിയതാണ്. ആപ്പിള്, പിന്നെ നമ്മളെ എന്താണ് ഇതിനെന്തിനു പറയാൻ മറന്നുപോയി. അനാറ്, മുന്തിരി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇവിടെ എപ്പോഴാണ് നമ്മളെ ബാങ്ക്? അവിടെ 6:14. മൂപ്പരത് എടുത്തിടുന്നു. വെറൈറ്റി ഡിഷാട്ടോ ഗോതമ്പ് പത്തിരി. ഇനിയിപ്പോൾ ഒറ്റ കറക്കലാട്ടോ, കറക്കൽ. നമ്മളവിടെ പ്ലേറ്റ് മൂറിന ചേച്ചിയാണ്ടേ. 10-12 വർഷമായിട്ടോ അവിടെയൊക്കെ. ഇവരൊക്കെ 10-12 വർഷമുള്ള ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതാ 35 കൊല്ലത്തെ സർവീസാണ് നിൽക്കുന്നത്. ഇതും 15 കൊല്ലത്തെ സർവീസാണ് മൂപ്പര്.
കാൽ നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യം. ഇവരെ ഷോപ്പ് തന്നെ കേട്ടോ അവിടെ കാണുന്നതേ, കണ്ടില്ലേ ആ പലചരക്ക് ഷോപ്പ്. അതിൽ ഒരു ചങ്ങായി ഉണ്ട് നിൽക്കാൻ, ഒരു ഒറീസക്കാരനാണ്. അങ്ങനെ ചങ്കളെ നോമ്പറക്കണ പരിപാടികളിലാണ്. ന്യാസതാക്കണോ ഒരു രക്ഷിച്ചാത്ത അടി അടിക്കണം കേട്ടോ. മട്ടനുണ്ട്, മട്ടനുണ്ട്, ഫ്രൂട്ട്സ് ഐറ്റംസ്, ചിക്കൻ ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ഇനി ഇതിക്ക് റൈസ് ഉണ്ട്, പല ജാതി പരിപാടികൾ. നമ്മളെ ഫസ്റ്റ് നോമ്പറക്കലാണ്. കഴിക്കി ചപ്പാത്തി വേണ്ടേ? കിട്ടോളൂ. അയ്യവാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കണ്ടേ എല്ലാവരും നല്ല റെസ്റ്റിലാ. കാക്കൊക്കെ നോക്കി, കാക്കൊക്കെ എനർജിയിലാ നിൽക്കണത്. അതെന്ത് കാറ്റ് പോയോ? ഉള്ള കാറ്റ് പോയി എന്നാ തോന്നണ കേട്ടോ. നോമ്പ് ഒന്നാണ് ചെന്നപ്പോ. വീഡിയോ ഇവൻ ഇൻട്രോവേർട്ടാണ്. ഇവന് കുറച്ച് ആൾക്കാരുടെ കാണാനൊക്കെ ഇവനൊരു മടിയാണ്. എന്നാ പിന്നെ മടി നമ്മൾ മാറ്റി കൊടുക്കണം. ഗഡ്സ് എന്ന് പറഞ്ഞ സാധനം 2K ഗഡ്സിന് ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. വീഡിയോയിലേക്ക് ഇവൻ 2K ആണ്, ഓൻ 2K ആണ്. 2000 അല്ലേ? 2000 മേലെയാണ്. 2Kന്റെ അപ്പുറം പോയി. ഉണ്ടോ? അതാണ് ആ മൊബൈൽ ക്യാമറ എടുക്കാൻ പാടില്ല, ക്യാമറ തുറക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല ഒക്കെ പറഞ്ഞത്. ഈ മടികളൊക്കെ നമ്മൾ മാറ്റുകയാണ് ഇതോട് കൂടിയിട്ട്. നാട്ടുകാർ അറിയുന്ന പറഞ്ഞാൽ നാട്ടുകാർ അറിയും, ഒരു അംശം വേണ്ട. നാട്ടുകാർ അറിഞ്ചം പുറഞ്ചം 2000 2K കിട്ടുമ്പോൾ ഇവിടുന്ന് തുടങ്ങിയത്. ഇതതിൻ്റെ കുറച്ച് എക്സ്ട്രീം ലെവല്. ഇത് പിന്നെ തന്ത വൈബ് ഓൾഡ് മങ്ക് 34. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ഓരോ രസങ്ങളേ ഉള്ളൂ. എന്താ ചെയ്യുക, ഇതൊക്കെ രസമല്ലേ. ആശാനതാക്കണം അവിടെ ഫോം വിളിച്ചിരിക്കണു. നോമ്പറന്നാണ്ട് ഇങ്ങനെ രസമായിട്ടേ ചില്ലടിക്കാൻ ഇറങ്ങിയതാ. രാത്രി ഇവിടെ ഇപ്പോൾ നെയ്സ് തണുപ്പാണ്. നെയ്സ് തണുപ്പ് പറയില്ല കേട്ടോ. ഇതാ നേക്കരങ്ങൾ പൊള്ളി. ഇങ്ങനെ നമ്മളൊരു കേരള ഹോട്ടലിൻ്റെ അവിടെ കേട്ടിൽ അവിടെ നിന്ന് പോയി നോക്കണം. ഓലിങ്ങനെ വരാൻ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോയിക്കാണ്ടേ ഒന്ന് റൗണ്ട് അടിച്ച് പോരാ. ഒരു 9:10 ആകുമ്പോഴത്തേ കാക്ക ഇതാക്കണം. കട്ടൻ ചായ പിടിച്ചാണോ? കട്ടൊന്നും വേണ്ട, കട്ടൊന്നും. ആ കട്ടൻ ഇന്ന് പണിന്ന് പറഞ്ഞ ഉണ്ടോ? സാധനം ഉണ്ടാക്കിയുണ്ടോ? കട്ടുണ്ടാക്കാൻ അതിനകത്ത് പണിയില്ലല്ലോ. ചോറ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ചോറ് കഴിഞ്ഞാണ്. ഏതായാലും മതി. എങ്ങനെ കാര്യം മധുരത്തിൻ്റെ ആളോ? നമ്മൾ ഭയങ്കര മധുരത്തിൻ്റെ ആളാ. സെൽവിയൊക്കെ കട്ടൻ ചായ ഉണ്ടാക്കണോ ചോദിച്ചുകൊണ്ട്. എന്നാ പിന്നെ കട്ടൻ ചായ കുടിക്കുക. കട്ടൻ ചായേ പാൽ ചായേ നല്ല കാലിച്ചായ. അത് നല്ല പാൽ ചായ. എന്താണ് സാറ് 19:10. ആഹാ നല്ല നൈസ് ചായയും കുടിച്ചിങ്ങനെ കുത്തർന്നാലേ. ജാവിയുടെ പുറത്താ? ഇവിടുത്തെ ചായ ഇങ്ങനെയാണ്, കുറച്ചുണ്ടാവും. നല്ല നേക്കത്. അങ്ങനെ സുഹൃത്തുക്കളെ, നൈറ്റ് ഫുഡ് അടികളവരുടെ രാത്രി 10 മണിക്ക് നമ്മളൊരു ഫുഡ് അടി ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഫുൾ സെറ്റാക്കി വെച്ചിക്കുക. ഒരു കുറവും നമുക്ക് വരുത്തില്ല. ഇത്രയും ദിവസം 2 ദിവസം നിന്നിട്ടേ നിങ്ങൾ വിചാരിച്ചത് ഫുഡ് അടി മാത്രമേ ഉള്ളൂ എന്ന്. ഇന്നത്തെ ദിവസം അങ്ങനെയാണ്. ഇത് ഫസ്റ്റ് ദിവസമല്ലേ, റെസ്റ്റ് ദിവസമല്ലായിരുന്നു. എനിക്ക് പയം വരെ കൊണ്ടുവന്ന് വെച്ചു. നമുക്കുള്ള പയമാണിപ്പോൾ ഇത്. എന്തായാലേ ഇങ്ങനത്തെ മനുഷ്യന്മാരും ഉണ്ട് നാട്ടിലെന്ന് പറയാം. കടക്ക് ഏകദേശം അടിച്ചു. ജാവേദാക്കണു. ഇത് വിളമ്പുന്നതാ. ഇല്ലാത്തൊരു വണ്ടിയും ബാലിയും ഓൻ്റെ ഒക്കെ ഒരു ഡിമാൻഡ്. നെയ്ച്ചോറിൻ്റെ അരി സാധാ ചോറാണ്. സാധാ ചോറ് കൂടെ ചോറ് റെഡി, പപ്പടം റെഡി, നല്ല അയിലക്കറി. അതാ
നൈസ് അയിലക്കറി. എന്താ ചെയ്യാ? ഞാൻ ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാം? നമ്മളെന്ത് ചെയ്യാ? നമ്മളിനി എന്ത് ചെയ്യുമല്ലേ? നമ്മളൊന്നും ചെയ്യണ്ട. ഇരിക്കുക. എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ കഴിക്കോ. ഇതാക്കണം അയിലക്കറി, നല്ല അയിലക്കറി ഇതാക്കണം. ഇരിക്കേ എല്ലാവരും കുറവാ. വെറുതെ ഊക്കലേറ്റ് വാങ്ങാൻ വീണ്ടും എന്തായേ? ഞാൻ ഇച്ച തള്ളണേനല്ല, ഞാൻ ഒരു ചപ്പാത്തി എടുക്കണമെന്നുണ്ട്. ഈ സാധനം ആയിക്കൊള്ളിക്കോ. അപ്പൊ നിങ്ങളൊന്നും കഴിക്കൂല. ഇത്ര വളരെ അത് തലൊക്കെ കറങ്ങുന്നു ഇവിടെ ഒരുത്തിന്. എന്താ ചെയ്യാ? ഓർക്കരില്ലേ? ആദ്യമായിട്ടാണോ? കഴിക്കല്ലോ നമുക്ക്. എല്ലാരും ഇവ കളറപ്പേ. അങ്ങനെ നൈസിൽ ചോറൊക്കെ വെച്ച് റൂമിലെത്തി കിടന്നുറങ്ങാനുള്ള പരിപാടിയിലാണ്. ഇവിടുത്തെ പരിപാടി മൊബൈൽ വെക്കുക. സ്കെച്ചില്ല. ഒബ്ബർ സ്കെച്ച് ചെയ്യാൻ പോകണം. ഞാൻ ഇപ്പോൾ സ്കെച്ച് ചെയ്യാൻ കടന്നിട്ടുള്ളൂ. മറ്റൊരുവനതാ ഫോണിൽ തോണ്ടുന്നു. ഒരുത്തൻ സ്കരിക്കാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് കാണാം കേട്ടോ. ഇന്ന് പ്ലെയിൻ ഡേ ആണ്. കാരണം ഇന്ന് പ്രത്യേകിച്ച് പറഞ്ഞില്ല, ട്രാവലിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നാളെ മോർണിംഗിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. രാവിലെ ഒരു 8 മണി 9 മണി ആകുമ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ നമ്മൾ കാടിലൂടെയും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഈവനിങ് ഒരു 4 മണിയാകുമ്പോഴത്തേന് നമ്മൾ അൾട്ട് ചെയ്യും. 4-4:30 ആകുമ്പോഴത്തേന് ഫുഡ് ഉണ്ടാക്കലും പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ പയ്യൻ പരിപാടികൾ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. ഓക്കെ.